ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കിണ്ണത്തപ്പത്തിന്റെ റെസിപ്പിയാണ്. നമുക്ക് ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്ന ആ ഒരു കിണ്ണത്തപ്പം നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കാനുണ്ട്. വെല്ലം എന്ന് പറഞ്ഞാൽ ജാഗരി. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഒരു 400 ഗ്രാം വെല്ലം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി പൊടിച്ചിട്ടാട്ടോ എടുത്തത്. അങ്ങനെ വല്ലാണ്ട് പൊടിയായിട്ടില്ല, ജസ്റ്റ് ഒന്ന് കുത്തി പൊടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പം ഇതാ വെള്ളം ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കേണ്ട ആ ഒരു പാത്രം ഫസ്റ്റ് തന്നെ ഒന്ന് എടുത്തു വെക്കണം. കാരണം ഇത് ചൂടോടെ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതാ ഈ ഒരു ടിന്നിലാട്ടോ ഞാനിത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ടിന്നിൽ 6 kg തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇതിൽ തേച്ച് കൊടുക്കാം. പിന്നെ ഇതാ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടലപ്പരിപ്പ് 2 മണിക്കൂർ വെള്ളത്തിൽ ഒന്ന് പുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി ഇത് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ചെയ്തെടുക്കുന്നത് ആ പാത്രം തന്നെ എടുക്കാം. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പച്ചരിപ്പൊടിയായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഇപ്പം 2ാം പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാൽ 3 കപ്പ് എടുത്തിട്ടുണ്ട്. 3 കപ്പ് 2ാം പാൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതായത് കട്ട ഒട്ടും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കട്ട ഇല്ലാണ്ട് ഞാനിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത് ആ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അങ്ങനെ തന്നെ ചേർക്കാം. ഞാനിപ്പം 400 ഗ്രാം വെള്ളാട്ടം എടുത്തത്. അത് എനിക്ക് ഇതിന് കറക്റ്റ് മധുരം കിട്ടിയത്. അപ്പോൾ ഇതാ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ടൈമിന് തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്കായ്പ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഫ്ലെയിം ഓൺ ആക്കുന്ന ആ ഒരു ടൈമിന് തന്നെ ഇത് നമ്മൾ ഇളക്കി തുടങ്ങണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട പിടിച്ചു പോകും. അപ്പം ഫ്ലെയിം ഓൺ ആക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കാം. ഈ ഒരു രീതിയിൽ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അപ്പം ഇതാ നമ്മൾ ഇളക്കി കുറച്ചൊന്ന് ഇതൊന്ന് കട്ടിയായി വരുന്ന ആ ഒരു ടൈമിന് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് 2ാം പാൽ ചേർത്തിട്ടുണ്ട്. 3 കപ്പ് 2ാം പാൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് കട്ടിയായി വരുന്ന ആ ഒരു ടൈമിന് നമുക്ക് ഇതിലേക്ക് ഇനി 1ാം പാൽ ചേർത്ത് കൊടുക്കാനുണ്ട്. 1.5 കപ്പ് 1ാം പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ടിയായി വരുന്ന ആ സമയത്ത് നമുക്ക് ആ 1.5 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ലോണം തന്നെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇത് ഫസ്റ്റ് ടു എൻഡ് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ തേങ്ങാപ്പാൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കടലപ്പരിപ്പ് നേരത്തെ പുതിർത്തി വെച്ചിട്ടുണ്ട്. അതൊരു 2 മണിക്കൂർ ഞാൻ പുതിർത്തി വെച്ചിട്ടുണ്ട്. ഞാനിപ്പം കടലപ്പരിപ്പ് വേവിക്കാണ്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ
വേവിച്ചിട്ടാണ് നിങ്ങൾ കടലപ്പരിപ്പ് ചേർക്കുന്നത് എങ്കിൽ കുറച്ചും കൂടി ടൈം കഴിഞ്ഞിട്ട്, അതായത് ഇതൊന്ന് കുറച്ചും കൂടി നല്ലോണം ഒന്ന് കട്ടിയായി വരുന്ന ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പം വേവിക്കാണ്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് ഒന്നാം പാല് ഒഴിച്ചിട്ട് കുറച്ചൊന്ന് കഴിഞ്ഞ പാടന്നെ കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ നിന്ന് അങ്ങ് വെന്തോളും. ഞാനിപ്പം കടലപ്പരിപ്പ് ഒരു അരക്കപ്പിലും താഴെ ആയിട്ടാണ് എടുത്തത്. അരക്കപ്പില്ല, അരക്കപ്പിലും കുറച്ച് താഴെ ആയിട്ടാണ് ഞാനിപ്പോൾ കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. കടലപ്പരിപ്പ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൽ നിന്ന് ഇങ്ങനെ കടിക്കുന്നേരം. അപ്പോൾ കടലപ്പരിപ്പിന്റെ അളവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ അത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഒന്ന് കട്ടിയായി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് RPG ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ RPG ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്കൊന്ന് ചേർക്കാനുണ്ട്. അപ്പം നോക്കി നോക്കി കുറച്ചായിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ലോണം തന്നെ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ RPG ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ചേർക്കുന്നത് RPG. പക്ഷേ ഇത് വീഡിയോ ലെങ്ത് ആകുന്നതിന് അടുത്തടുത്തായിട്ട് അങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ലോണം നമ്മൾ ഈ ഒരു രീതിയിൽ ഇളക്കി എടുത്തിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് കട്ടിയായി വരണം. ഇത് കുറച്ചൊന്ന് പണിയുണ്ട്. ഇതൊന്ന് ഇളക്കി എടുത്തിട്ട് സെറ്റാക്കി എടുക്കാൻ കുറച്ചൊരു പണിയുണ്ട്. ഇതെന്തായാലും ആ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് എത്താൻ എന്തായാലും ഒരു 40-45 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പം ഈ ഒരു രീതിയിൽ ഇളക്കി അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കട്ടിയാക്കി എടുക്കലല്ല, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഈ ഒരു ടെക്സ്ചറിലേക്ക് എത്തിക്കണം. ഇതിന്റെ കറക്റ്റ് അളവ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ RPG സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. അതായത് നമുക്ക് ആ നെയ്യ് കാണാൻ പറ്റും. ആ ഒരു രീതിയിൽ എത്തുന്നവരെ ഇത് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പം ഇതാ ഈ ഒരു രീതിയിൽ അറ്റത്തുനിന്ന് ചുറ്റുമായിട്ട് ഈ ഒരു ഇതിൽ എണ്ണ ഇങ്ങനെ, അതായത് നമ്മൾ ഒഴിച്ച നെയ്യ് ഏതാന്ന് വെച്ചാൽ അതിങ്ങനെ വിട്ട് വരും. അതാട്ടെ ഇതിന്റെ കറക്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇത് പാനിന്ന് നമുക്കിപ്പോൾ ഈ ഒരു ഇത് പാനിന്ന് വിട്ട് വരുമ്പോൾ നമ്മൾ എന്തായാലും ഇതായി എന്ന് വിചാരിച്ചിട്ട് ഇതെടുത്ത് മാറ്റരുത്. അപ്പോൾ ശരിയായി കിട്ടൂല. ഈ ഒരു രീതിയിൽ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഇളക്കി അങ്ങനെ കുറുക്കി എടുക്കണം. എങ്കിൽ മാത്രമേ അത് ലെവലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ടിന്നിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ ആദ്യം തന്നെ നെയ്യ് പുരട്ടിയിട്ട് അങ്ങനെ വെക്കണം. അപ്പോൾ ഇതാ നമുക്കിത് ടിന്നിലേക്ക് ഇനി ചൂടോടുകൂടി തന്നെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് ടിന്നിലേക്ക് ഒഴിച്ച പാടന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒന്ന് ലെവലാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ലെവലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെക്കണം. എങ്കിൽ മാത്രമേ സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ 4 മണിക്കൂറിന് ശേഷമായിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത് ആ ഒരു ടിന്നിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ചൂടാറി കഴിഞ്ഞാൽ അത് തന്നെ വിട്ട് വന്നോളൂ. അപ്പം നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അലുവയെല്ലാം കട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. ഇതിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ടൈമിങ് കേട്ടോ. ഇതെന്തായാലും നമ്മൾ പാനിന്ന് വിട്ട് വന്നെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റായി കിട്ടൂല, ശരിയായി കിട്ടൂല. അപ്പോൾ നമ്മൾ ഒഴിച്ച ആ ഒരു നെയ്യ് വിട്ട് വരുന്ന ആ ഒരു ടൈം വരെ ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് സെറ്റായി കിട്ടുള്ളൂ, കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.